സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. ഇവൻ അച്ചു, ഇവൻ അപ്പു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ദിവാലി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ബിക്കോസ് കുറേ കാലമായാലും നമ്മളൊക്കെ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിന് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് പൊങ്ങുന്നത്. ഹൈ ഗൈസ്, മെഗീൻ ഷോർട്സ് ഇടുമെങ്കിലും ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ കാലമായല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ദിവാലിയൊക്കെയാണല്ലോ വരുന്നത്, അപ്പോൾ ഒരു ക്യൂക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ ദിവാലിക്ക് വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിൾ കേട്ടോ. പൊതുവേ ഞാൻ അധികം മേക്കപ്പ് ഒന്നും ഇടുന്ന ഒരാളല്ല, പക്ഷേ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടുന്ന കുറച്ച് മേക്കപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല, പിന്നെ എന്ത് മേക്കപ്പ്. അപ്പോൾ ഒരു മിനിമൽ ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ മേക്കപ്പ് ട്രൈ ചെയ്യാം കേട്ടോ. ലൈക്ക് ബോയ്സിനും ഗേൾസിനും അമ്മമാർക്കും അച്ഛന്മാർക്കും ആർക്ക് വേണമെങ്കിലും. ഇതിൽ നോ ഏജ് ലിമിറ്റ്. ഓക്കെ, ബോയ്സിന് എന്ന് പറയുന്നത് ഐലൈനറും ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പം അതിന് മുന്നത്തെ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ചെയ്യാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നേ എൻ്റെ മുടിയൊന്ന് ഒതുക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ BB ക്രീം. ഇതിന് മുന്നേ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സോ ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾ എൻ്റെ ഒരു ഷോർട്സോ റീൽസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. കാരണം ഇതിൻ്റെ സ്മെല്ല് ഐ ഡോണ്ട് നോ, എനിക്കിതിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ സ്മെൽ ആൻഡ് ടെക്സ്ചർ ആൻഡ് ആ ഒരു ഹൈഡ്രേഷൻ റിയലി ഗുഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഞാൻ പോൺസിന്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. കുറേ കാലമായിട്ട്, അതായത് അറൗണ്ട് ഒരു 1-2 ഇയർ ആയിട്ടാണ് ഞാൻ മോയ്സ്ചറൈസേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് ഓവറാക്കണ്ട. കഴുത്തിൽ ഇത്തിരി തേക്കുക, ഒരു ഫിംഗറിൽ എടുത്തിട്ട്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നോക്കി കുറച്ച് നേരം സംസാരിക്കും, ബിക്കോസ് കണ്ണാടി ഇവിടെയാണ്, കണ്ണാടി. അപ്പോൾ ഇങ്ങനെ ആയിപ്പോയാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. സോറി. ഓക്കെ, ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ല രീതിക്ക് മെസ്സാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, ഈ സാധനം മോയ്സ്ചറൈസർ ഞാൻ പണ്ടൊന്നും ഇങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു. ഒരു കോളേജൊക്കെ കയറിയപ്പോഴാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയത്. പിന്നെ ഈ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു 2 വർഷമായി ഉണ്ടാവും. ഇത് മെയിൻലി ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിനാണ്. ബട്ട് എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, എൻ്റെ ഓയിലിയും അല്ല എന്നാൽ ഡ്രൈയും അല്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ചിലവർക്കിത് പറ്റിയെന്ന് വരില്ല, സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ യൂസ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും മേടിക്കുന്നത്. അഫോർഡബിൾ ആണ്. 60യുടെ ഉണ്ട്, ഒരു 65 രൂപയുടെ മോയ്സ്ചറൈസറും ഉണ്ട്. പിന്നെ ഇതിന് എത്രയാണ്, 130-140യുടെ ഉണ്ട്, പിന്നെ 200 ഉണ്ട്. ഞാൻ 60-യും 130 ആണ് കൂടുതൽ മേടിക്കാറ്. അപ്പോൾ 2 വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെയുണ്ട്. പോൺസ് ലവ് യു ഡോ. ഓക്കെ, പോൺസ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. മോയ്സ്ചറൈസർ ഇടുക, നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കുക, ഒരു ജസ്റ്റ് ഒരു ലെയർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു BB ക്രീം, ഇവനെയാണ് നമ്മൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. വെരി സിമ്പിൾ. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. ആക്ച്വലി എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തായിട്ട് ഇടുക. കുറേ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല കേട്ടോ, കുറേയൊക്കെ തീർന്ന്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, കാരണം ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ മാത്രം ഇടുന്നതുകൊണ്ടേ ഞാൻ വേറെ എന്തെങ്കിലും തീർന്നോ ഇല്ലയെന്നൊന്നും ശ്രദ്ധിക്കാറില്ല. സോ എൻ്റെ ഐലൈനർ തീരാറായി, അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് എനിക്ക് പർച്ചേസ് ചെയ്യണം. ഓക്കെ, there we go. ഇപ്പം എന്തോ അസുഖം പിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. ഇനി നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പഞ്ച്, അതായത് ഈ സാധനം, ഈ ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് കൈ കൊണ്ട് ഒന്നിങ്ങനെ ടാബ് ചെയ്യേ. ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്കറിയത്തില്ല, ഇത് ചെയ്യാൻ വല്ല മാറ്റാൻ വല്ല റെമഡി ഉണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ. ഓക്കെ,
പിന്നെ ഈ വീഡിയോയിൽ അവസാനം വരെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഹൃദയം തരണം, അതും ചുവന്ന ഹൃദയം തരണം. ഓക്കെ, റെഡ് ഹാർട്ട് കമന്റ് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലിപ് ബാം എടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. ചുണ്ടിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസേഷൻ. ഓക്കെ, ഞാൻ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് നിവ്യയുടെ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ലെയർ പ്രൊട്ടക്ഷൻ കിട്ടും. ലിപ്സ്റ്റിക് കെമിക്കലാണ്, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാം. അപ്പോൾ അതൊന്ന് ഒബ്സർവ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഫേസിൽ. സോ ഇത്ര ഉള്ളത്. ഈ ഒരു BB ക്രീം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? മോയ്സ്ചറൈസർ ഇട്ടു, ദെൻ നമ്മുടെ BB ക്രീം ഇട്ടു. 2 സ്റ്റെപ്പ് ഇപ്പൊ തന്നെ കഴിഞ്ഞു. വെരി സിമ്പിൾ. ഇപ്പൊ തന്നെ ഒരു ഗ്ലോ സംഭവം കിട്ടുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഹൈലൈറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ രസമായിരുന്നു, പക്ഷെ അതെന്റെ ഇല്ല. സോറി ഗൈസ്. 2 വർഷം മുന്നേ ഉള്ള ബ്ലഷാണ്. ദൈവം ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിത് ഡിസ്ക്ലെയിമർ, ഇതൊന്നും ട്രൈ ചെയ്യരുത്. ചെറുതായിട്ട് ഇവിടെ 3. ഓക്കെ, ഫസ്റ്റ് മോയ്സ്ചറൈസർ, ദെൻ ഈ ഒരു BB ക്രീം, പിന്നെ ഈ ഒരു കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബ്ലഷ് ഞാൻ ഇടുന്നത് ഈ 2 സൈഡും, മൂക്കും, ദെൻ കണ്ണിൻ്റെ 2 മേളിലും, ദെൻ ചിന്നിൻ്റെ അടിയിൽ ഇച്ചിരി. ഈ ആലിയ ഭട്ട് വൈറലാക്കിയ ഒരു ലൈക്ക് മറ്റേ ബ്ലഷ് ഇടുന്ന രീതിയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ ഇവനെ വെച്ചിട്ട്, അതായത് നമ്മുടെ സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മേളിലേക്ക് നമ്മൾ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളൊരു മസാജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ മേളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇടയ്ക്ക് നമ്മുടെ ഫേസിനൊക്കെ ഒന്ന് മസാജൊക്കെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്ററും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഇത് ഹൈലൈറ്റർ ഇല്ല, സോ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇല്ലാതെയും ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമൽ ലുക്കാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നല്ല ചുവന്നിരിക്കണില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതൊക്കെ ഒന്നിങ്ങനെ വലിയട്ടെ. നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ പൗഡർ ഇടണമെങ്കിൽ ഇടാം, ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. ഓക്കെ, നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഐബ്രോസ് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഒരു വെട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഞാൻ 1 വർഷം മുന്നേ 2 വർഷം മുന്നെയോ 1 ഇയർ ബാക്ക് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ തിരുവാതിരയുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലിട്ടിട്ടുണ്ട്. കാണാത്തവരെ അത് പോയി കണ്ടോളൂ. ഓക്കെ, എൻ്റെ അനിയൻ തന്ന ഗിഫ്റ്റാണിത്. ചെറുപ്പത്തിലേ ഒരു മെമ്മറി. ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഇതെന്തിൻ്റെയാണ്? ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മേളിലേക്ക് ബ്രഷ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. 2 സാധനമുണ്ട് എൻ്റെ കയ്യിൽ. ഇവന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സാധനം വെച്ചും ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്കിങ്ങനെ ഭയങ്കര തിക്കായുള്ള ഐബ്രോസ് ആണ് ഇഷ്ടം. ഒരുപാട് തിക്കാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഐബ്രോസ് എങ്ങനെയാണ് ഗൈസ്, എനിക്കിഷ്ടമാണ്. ഭയങ്കര തിന്നാണെങ്കിൽ ഐബ്രോസ് ഇങ്ങനെ ത്രെഡ് ചെയ്യുന്ന ഇഷ്ടമല്ല, അപ്പോൾ ഇങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഐബ്രോസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് എന്തൊക്കെയോ എറർ പറ്റിയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. സോ എന്തോ ഒരു ബഗ് വന്നിട്ടുണ്ട്, ഫുൾ സ്റ്റക്കും, വോയിസ് ഒക്കെ എററായി പോയി. അപ്പോൾ അതാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ ചെയ്തത്. സോ ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റുഡിയോ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. 2 സ്റ്റുഡിയോ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അതിൽ ഓർമ്മ ഇട്ടിട്ട് നമ്മൾ ഔട്ടർ ലെയർ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖം ലൈക്ക് ഒരു ബ്രൈറ്റ് ഫീൽ തോന്നാറില്ലേ? ലിപ്സ്റ്റിക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ തന്നെയാണ്. ബോയ്സ് എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഈ ലിപ്സ്റ്റിക് ഇടുന്നത്? ആക്ച്വലി കെമിക്കൽ ആണെങ്കിലും നമുക്കത് ഇടുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ആണ്, നമുക്ക് നടക്കുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ആണ്, അതൊരു രസമാണ്. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വേറൊരു ഞാനാണ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ല. പൊട്ടുപോലും മര്യാദയ്ക്ക് തൊടാറില്ല. കണ്ടോ രസമില്ലേ? നോക്കിയേ, ഇപ്പൊ തന്നെ ഒരു ഗ്ലോ ഫീൽ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ലിപ്സ്റ്റിക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ ഇടും കേട്ടോ. പിന്നെ ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഐ എം എ ന്യൂഡ് ഷെയ്ഡ് ലവർ. ലിപ്സ്റ്റിക്കിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ന്യൂഡ് എന്ന് പറയും. ലാക്മിയുടെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വോയിസ് ഒക്കെ എററായിപ്പോയി. എന്തോ ആച്ച് ഗൈസ്, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ ആ വ്ളോഗിൽ ഫുൾ ഒരു സ്റ്റക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അതാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പോൾ ഒരു ലുക്ക് വന്നിട്ടില്ലേ? ഇനി അടുത്തത് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഓക്കെ, കണ്ണെഴുതാൻ നമുക്കിവിടെ 2 സ്റ്റിക്സ്. ഒരു കാജലിൻ്റെ ഇതാണ്, പിന്നെ ഇത്
ഒരു പുറത്ത്, ഇവൻ വിദേശിയാണ് ഗൈസ്. ഇവനെ എൻ്റെ ഒരു ഫ്രണ്ട് ഒമാനിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ്. സോ ഇവനെ നമുക്ക് ആദ്യം ലെയർ ചെയ്ത് എഴുതാം. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാതെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം അതുവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ടൈമാണ്. അത്ര ബുദ്ധിയൊന്നും ഉപയോഗിക്കരുത്, 0 ലെവൽ ഓഫ് ബുദ്ധിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ. സോ ഒരാളൊരു കാട്ടിലകപ്പെട്ടു, അല്ലെങ്കിൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് എറണാകുളം വരെ എത്തണം അർജൻറ്റായിട്ട്. അയാൾ എങ്ങനെ പോകും? സോ ഒരാൾ കാട്ടിലകപ്പെട്ടു, അയാൾക്ക് അർജൻറ്റായിട്ട് എറണാകുളം വരെ പോകണം. ഹൗ? എങ്ങനെ പോകും? തിങ്ക് യുവർ ടൈം സ്റ്റാർട്ട് നൗ. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള പരിപാടി ചെയ്തേ. ഫേസിൽ കണ്ണെഴുതുമ്പോൾ തന്നെ നല്ലൊരു ലൈക്ക് ഒരു ബ്രൈറ്റ്നസ് വരുന്നില്ലേ? അപ്പം നിങ്ങളെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിച്ചോട്ടോ. ദെൻ ഐലൈനർ. എനിക്ക് ഐലൈനർ സ്റ്റിക്കൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം കുറച്ചും കൂടി. ദെൻ നമ്മൾ ഇവനെ നമുക്ക് ഒരു തിൻ വാലിട്ട് കൊടുക്കാം. കുറച്ച് ക്ലോസപ്പ് വന്നില്ലെങ്കിൽ ശരിയാവില്ല, ഇങ്ങനെ ഇരുന്ന് ചെയ്യേണ്ടി വരും. ചെറിയൊരു വിങ്സ് പോലെ ഇട്ട് കൊടുത്തു. ഇവിടെ ചെറുതായിട്ട് ഇട്ടു. വീണ്ടും ഒരു ബഗ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വോയിസ് ഓവർ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഞാൻ ബാറ്റ്മാൻ ആവുന്ന, അതായത് ഒരു സൈഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് വലുതാവും, അങ്ങനെ അവസാനം എനിക്ക് വട്ടാകും. മൊത്തത്തിൽ പണിവാളി ഒരു വീഡിയോ ആണ് ഗൈസ്. ഇതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കണ്ടോ ബ്ലറായിരിക്കുന്നത്, ഫോക്കസ് ആയില്ലടാ. മൊത്തത്തിൽ എനിക്ക് പണി കിട്ടി. എഡിറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതൊരു അവിയൽ പരുവമായിട്ടുള്ള ഒരു വീഡിയോ ആയി മാറിയിരിക്കുന്നു. ഞാൻ ഈ ഒരു മസ്കാരയാണ് പിന്നെ ഇടാൻ പോകുന്നത്. ഇതും എൻ്റെ ഒരു ഫ്രണ്ട് ഒമാനിന്ന്, ഇവനും വിദേശിയാണ്, പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. വാട്ട്സ് നെയിം ഐ ഡോണ്ട് നോ. മസ്കാര. സോ ഈ മസ്കാര ഇടുമ്പോൾ കണ്ണിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എക്സ്ക്യൂസ് മീ. നിങ്ങൾ ലൈക്ക് നല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ മേത്ത് വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു ടവൽ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. ഓക്കെ, നമുക്ക് ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും ഗൈസ്. എനിക്ക് ഈ സാധനമുണ്ട്, എന്താ പറയുക, വാമ്പയർ ടീത്ത് അല്ലെ, അഥവാ യക്ഷിപ്പല്ല്. തുടങ്ങി. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം. ഗേൾസ് ക്യാൻ റിലേറ്റ് ദിസ്. വെന്നെവർ നിങ്ങൾ ഈ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലിപ്സ് ആവില്ലേ? മാക്സിമം ട്രൈ ചെയ്താലും. ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഓപ്പണായി വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിച്ചോ? ബട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ദെൻ ആ BB ക്രീം ഇടുക, ദെൻ 2-3 സ്ഥലത്ത് ബ്ലഷ് ഇടുക, അതേ നമ്മുടെ ചീക്സിലും നോസിലും ലിപ്പിൻ്റെ താഴെയും ചിന്നിലും എല്ലായിടത്തും ഇട്ടു. ദെൻ നമ്മൾ കാജൽ അപ്ലൈ ചെയ്തു, അതിൻ്റെ മേളിൽ ഐലൈനർ എഴുതി, ദെൻ ഐബ്രോസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഐബ്രോസ് ഇല്ലാണ്ടിരിക്കും, ഇത് മഞ്ഞയാണ്, ഞാൻ സോറി. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ അറ്റ് ലാസ്റ്റ് ഇവൻ അച്ചു, ഇവൻ അപ്പു. നമുക്ക് കല്ല് വെച്ചത് തൊടണമെങ്കിൽ കല്ല് വെച്ചത് തൊടാം, ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് തൊടണമെങ്കിൽ ബ്ലാക്ക് തൊടാം. ഇന്ന് ഏത് വേണം? ബ്ലാക്ക് തൊടാം. ബ്ലാക്ക് തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? രസമില്ലേ? ഈ പൊട്ടല്ലേ നല്ലത്? എനിക്ക് മൂക്ക് കുത്തണമെന്നുണ്ട്, ബട്ട് എനിക്ക് മൂക്കുത്തി മാച്ച് ആവും ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു വെപ്പ് മൂക്കുത്തി ഉണ്ട്, ഞാൻ അത് വച്ചിട്ട് കാണിച്ചു തരാവേ. മൂക്കുത്തി നമുക്കൊന്ന് വച്ചൊക്കെ എങ്ങനെയാണ് നോക്കാം. ഈ സൈഡ് അല്ലെങ്കിൽ ഏത് സൈഡാണ്? എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതാണോ? എനിക്ക് മൂക്കുത്തി നല്ലതാണോ? എടാണോ? നമുക്ക് തിരിച്ചു വെച്ച് നോക്കാം. ഇനി ഈ സൈഡ് വെച്ച് നോക്കാം. നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര സിമ്പിൾ അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ചേച്ചി പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട അല്ലെങ്കിൽ ഒരു ഷോളും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി ഇത് NSS കരയോഗത്തിലൊരു കുടുംബസംഗമം പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, ഡാൻസിന്. ലെയർ അടിച്ച് മുടിയൊക്കെ വളർന്നു തുടങ്ങിയിട്ടാ.
നേരത്തെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് ഇവിടെ കുറേ ലെയേഴ്സ് ആയിട്ട് കിടക്കുമായിരുന്നു. ഞാൻ പൊതുവേ മുടി ഇങ്ങനെ അയച്ചിടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ അയച്ചാണ് ഇടാറ് പൊതുവേ. പിന്നെ എൻ്റെ ഒരുമാതിരി സിൽക്കി സ്ട്രെയിറ്റ് ഹെയർ പോലെ കിടക്കുന്നത്. ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇടയ്ക്ക് ഷാമ്പൂ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ പാൻറ്റീൻ്റെ ഷാമ്പൂ കണ്ടീഷണറും ഉണ്ട്, ആൻഡ് എനിക്ക് ഡവ് ഇഷ്ടമാണ്. അത് രണ്ടുമാണ്. നമ്മൾ ഈ ഷാമ്പൂ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കുറച്ച് ഫ്രസി ആയിട്ട് കിടക്കും. സോ നിങ്ങളത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു മുടിയുടെ ഇത്രയും ഭാഗമില്ലേ, തുമ്പ് പോർഷൻ, ഇവിടെ മാത്രം നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നീ ഹെയറിൽ എന്തെങ്കിലും ചെയ്തോ, ബോട്ടോക്സ് ചെയ്തോ, അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ് ചെയ്തോ, എന്തെങ്കിലും സ്മൂത്തനിങ് ചെയ്തോ? നോ. ഒന്നാമത്തെ കാര്യം ജെനറ്റിക്കലി, അതായത് കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രോട്ടീഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അമ്മയുടെ നല്ല ഹെയർ, അമ്മയുടെ 1% പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ നല്ല മുടിയായിരുന്നു, പക്ഷേ +2 കൊണ്ട് ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ട് കോപ്രായം കാണിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ടെക്സ്ചറൊക്കെ അങ്ങ് പോയുള്ളൊക്കെ കുറഞ്ഞു. ബട്ട് ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു മുടിയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ഞാൻ പൊതുവെ ഹെയർ ഒരു വീക്ക്ലി ഓർ 2 വീക്ക് കൂടുമ്പോൾ ഷാമ്പൂ ഒക്കെ ഇടും. ഷാമ്പൂ ഇടുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ മുടി നല്ല പറക്കും. നമ്മുടെ ഈ ക്ലിനിക് പ്ലസിലെ പരിസ്ഥിതിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്താലോ? ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതായത് നമ്മൾ കോമ്പൊന്നും യൂസ് ചെയ്യേണ്ട, കൈ ഉപയോഗിച്ച് ഫ്രണ്ട് പോർഷൻ ഓഫ് ഹെയർ ചെയ്യുന്ന ഒരു ഇച്ചിരി പോർഷൻ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ബാക്കിൽ നിന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇത് കിട്ടും. അവിടെ നമ്മളൊരു ടിക് ടാക്കോ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക. ഞാൻ ഇവിടെ ടിക് ടാക്കാണ് കുത്തി കൊടുക്കുന്നത്. സോ വെരി സിമ്പിൾ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ റെഡിയായി. പിന്നെ ഫ്രണ്ടിൽ നിന്നൊരു ചെറിയ പോർഷൻ ഫ്രണ്ടിലേക്ക് ഇട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ ലെയർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് പൊങ്ങിയിരിക്കുന്നുണ്ട് കൊമ്പ് പോലെ. അപ്പോൾ അതാ 2 സൈഡും ചെയ്തിട്ടുണ്ട്. How is it guys? കൊള്ളാല്ലേ ഈ ഹെയർ സ്റ്റൈൽ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇടാം. ഇത് കുറച്ച് എൻ്റെ കുപ്പികളാണ്, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഫുൾ കൈ ആയതുകൊണ്ട് തന്നെ ഇതിടണ്ട. ഞാനിങ്ങനെ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ പല പല ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു ബാങ്കിൾ സ്റ്റാൻഡ് കാണിക്കണം. ഈ മാല ഞാൻ എൻ്റെ ഓണം സെലിബ്രേഷന് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു ഇയർ ഫുള്ള് ഇൻവിസിബിൾ ചെയിനിൻ്റെ കാലമായിരുന്നല്ലോ, അപ്പോൾ എനിക്കൊരു ഇൻവിസിബിൾ ചെയിൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മീഷോന്ന് മേടിച്ചതാണ്. നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ. ഒരു ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാലയൊന്നും ഇടണ്ട, രസമായിരിക്കും. ഇതാണ് നമ്മുടെ മാല. കുളത്തോടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഇയറിംഗ് ബോക്സ്. ഇനിയും കുറച്ച് ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒപ്പം ഒരു ഗോൾഡൻ ഇയറിംഗ് ആയിരിക്കും നല്ലത്. കാരണം ഓൾറെഡി നമ്മളൊരു ഗോൾഡ് മാലയാണ് ഇട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ആയിരിക്കും നല്ലത്. നമുക്ക് ഈ ഒരു കമ്മൽ ഇട്ടാൽ പോരുന്നു. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ചെറിയൊരു ജിമുക്കയാണ്. ഇത് വേണോ ഇത് വേണോ? പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഓവറാവും. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ മാല മാറ്റേണ്ടി വരും, കാരണം മാല ഇതും സിങ്ക് ആവില്ല. ഒന്നാമത്തെ കാര്യം കുറച്ച് ഓവറായി പോകും. അതുകൊണ്ട് ഇത് ഇടുവാണെങ്കിൽ നമ്മൾ ഇത് മാത്രം ഇട്ടാൽ മതി. സോറി, ഇത് ഇടുവാണെങ്കിൽ മാല ഇടണ്ട, അല്ലെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ മാല ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇടാം, ജിമുക്ക ഇടാം. ഇതും ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് എനിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തേനെ. ബിക്കോസ് ഞാൻ അത്ര ഫേമസ് യൂട്യൂബർ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് ചാനലിൽ അത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 4000 വാച്ച് അവർ വിത്തിൻ 1 ഇയർ നമുക്ക് കിട്ടണം. എന്നാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഷോർട്സിനും സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റൈസേഷൻ ആണ്, ലോങ് വീഡിയോസിനും. ഇപ്പോൾ ലോങ് വീഡിയോസിൽ നമുക്കൊരു 4000 വാച്ച് അവർ, 4000 എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ 2-3 പ്രാവശ്യം കണ്ടാൽ വാച്ച് അവർ കയറുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ചാൻസ് ഇല്ല. അപ്പം ഞാൻ തന്നെ കണ്ടിട്ട് തന്നെ കാര്യമില്ല. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഒരു 4000 മണിക്കൂർ എനിക്ക്, അതായത് ലോങ് വീഡിയോസിന് മാത്രം 4000 വാച്ച് ടൈം കിട്ടിയാലാണ് എനിക്ക് മോണിറ്റൈസ് ആവുള്ളൂ ചാനൽ. പ്ലസ് ഷോർട്സിൻ്റെ കേസ് ആണെങ്കിൽ ഒരു 13 ലാക്ക് കിട്ടണം. 13 ലാക്ക് എന്ന് വെച്ചാൽ 3 മില്യൺ വ്യൂസ് കിട്ടണം വിത്തിൻ 90 ഡേയ്സ്. എന്നാലാണ് നമ്മുടെ ഷോർട്സിൽ മോണിറ്റൈസ് ആവുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയാലാണ് ഞാൻ കുറച്ച് ഗ്രീൻ പിടിക്കുള്ളൂ, അതായത് പച്ച പിടിക്കുള്ളൂ. പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, കാരണം എനിക്ക് ഇപ്പോൾ പഠിക്കുന്നൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ഈ ലൈനുള്ള ഫോൺ കൊണ്ടാണ് ഇതൊക്കെ എങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടീസ് വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം, അവിടെ പോവാൻ. ലോകം ഇങ്ങനെ പരന്ന് കിടക്കുവാണല്ലോ, നമുക്ക് ടൈം ഉണ്ടെന്നേ. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞു ഗൈസ്,
ഈ ഒരു മോതിരം എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ഒരു കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരാൾ കാട്ടിൽ അകപ്പെട്ടു, അയാൾക്ക് അർജന്റായിട്ട് എറണാകുളം വരെ പോകണം, അയാൾ എങ്ങനെ പോകുന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ, അയാൾ കാട്ടിലാണല്ലോ, സോ കാട്ടിൽ നിന്ന് അയാൾ ഒരു ഇല എടുത്ത് കഴിക്കും, അത് വയറ്റിലെത്തും, വയറ്റിലേന്ന് അയാൾ ഒരു ഓട്ടോ പിടിച്ച് എറണാകുളത്ത് പോകും. ഇടിക്കരുത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആൻസർ. അയാൾ വയറ്റിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് എറണാകുളത്ത് പോകും. വെരി സിമ്പിൾ. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചാൽ മതി എന്നൊക്കെ. മുടി അയച്ചിരണോ അതിങ്ങനെ കെട്ടണോ? അപ്പോൾ ഹാപ്പി ദിവാലി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ലവ് യു ഓൾ.